നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഓരോ ദിവസവും മെച്ചപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ഓരോ സമയവും കൂടുതൽ നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, ഉറക്കത്തിൽ നിന്നും എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട 6 കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 സ്റ്റെപ്പുകളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതവും പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമുക്ക് സമയമൊന്നിനും തികയുന്നില്ല എന്നുള്ള ആ ഒരു പരാതിയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഒക്കെ ഇത് സഹായിക്കും. ഉറപ്പായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇന്നത്തെ വീഡിയോ കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പൊ തന്നെ താഴെ ഐ ആം റെഡി എന്ന് കമന്റ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ എണീറ്റ് അവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ദിവസത്തെ എങ്ങനെ കാണുന്നു എന്നതനുസരിച്ചാണ് അന്നത്തെ ദിവസം നമ്മൾക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കേട്ടോ. അപ്പം വളരെ പോസിറ്റീവായിട്ട് തന്നെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള 6 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു ദിവസം വളരെ ബെറ്റർ ആയിരിക്കും. നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ 4 മണിക്കും 5 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് എണീക്കുക എന്നുള്ളതാണ്. ഇതൊരു ടാസ്ക് പിടിച്ച കാര്യമാണ്. ഇപ്പം നല്ല മഴയാണ്, ഉറങ്ങാനൊക്കെ നല്ല സുഖമാണ്. പക്ഷേ ഇങ്ങനെ മൂടിപ്പതച്ച് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടാനോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം കൂടുതൽ പ്രയോജനപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാനോ ഒന്നും നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാനോ ഒക്കെ ഇതൊരു തടസ്സമാകും, ഇങ്ങനെ കിടന്ന് ഉറങ്ങുക എന്നുള്ള ശീലം. അപ്പം നമ്മൾ അതിരാവിലെ തന്നെ എഴുന്നേക്കുക 4 മണിക്കും 5 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും 5 മണിക്ക് മുമ്പായിട്ട് എഴുന്നേക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നിങ്ങൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ചൂടുവെള്ളമോ അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു എന്തെങ്കിലും ടീയോ കോഫിയോ എന്തെങ്കിലും നിങ്ങൾ കുടിക്കുന്ന എന്താണോ രാവിലെ അതൊന്ന് കുടിച്ചതിന് ശേഷം നിങ്ങൾ എക്സസൈസിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എക്സസൈസ് ചെയ്യുമ്പം നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിന് നല്ലൊരു ഉണർവും അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു വൈബൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എക്സസൈസ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ശീലം നിങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക. എങ്ങനെയാണ്? ശാന്തമായി ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ ഏത് രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മൊത്തത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റി വിഷ്വലൈസ് ചെയ്യുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊരു ബുക്കും പേനയും എടുത്തുകൊണ്ട് ഉറപ്പായിട്ടും എഴുതുക എന്നുള്ളതാണ്. പലരും ചെയ്യാത്തൊരു കാര്യമാണ്. എങ്ങനെയൊക്കെയോ സമയങ്ങൾ ഇങ്ങനെ പോകുന്നു, പല പല കാര്യങ്ങൾ ചെയ്ത് ഒരു ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഓരോ ദിവസവും തള്ളി നീക്കുന്നു. ഇങ്ങനെ നമ്മളുടെ ജീവിതം നമ്മൾ വെറുതെ സമയം പാഴാക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലക്ഷ്യം എന്തൊക്കെയാണ്? നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഒരു ദിവസത്തിൽ നിങ്ങൾ എത്ര മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. ഇന്ന സമയത്ത് ഞാൻ ഇന്ന ജോലികൾ ചെയ്ത് എൻ്റെ വർക്കിലേക്ക് ഞാൻ കടക്കും എന്നുള്ള കാര്യങ്ങൾ ഓരോ സമയത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ സമയത്തും ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർഡറിൽ എഴുതി വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്കിന്ന് ചെയ്യാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിച്ചുകൊണ്ട് എഴുതി വെക്കുക. ഒരു ബുക്കും പേനയും വെറുതെ ആലോചിച്ച് വിട്ടാൽ പോരാ, ഉറപ്പായിട്ട് ഒരു ബുക്കും പേനയും എടുത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്കൊരു ജേണൽ ബുക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ജേണൽ ബുക്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇത് ഓരോ ദിവസവും ചെയ്യണം കേട്ടോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ദൈവത്തിന് നന്ദി പറയുക അല്ലെങ്കിൽ യൂണിവേഴ്സിന് നന്ദി പറയുക, ഇപ്പോൾ ഉള്ള അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയുക. അതുപോലെ തന്നെ അഫർമേഷൻസ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ പറ്റി നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് യൂണിവേഴ്സിന് ഓരോരോ മെസ്സേജ് കൊടുക്കുക, പറയുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്വയം വിശ്വസിക്കാനും നമ്മളുടെ ഉപബോധ മനസ്സിന് കൂടുതൽ വിശ്വാസമാകാനും നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾക്ക് ഇന്ന കാര്യങ്ങൾ വേണം എന്ന ആ ഒരു മൈൻഡിൽ കൂടുതലായിട്ട് ഉറക്കാനും ഒക്കെ ഈ അഫർമേഷൻസ് പറയുന്നത് കൂടുതലായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ദിവസവും രാവിലെ ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, മെഡിറ്റേഷൻ പോലെ തന്നെ വിഷ്വലൈസേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് എന്നും ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അതുപോലെ തന്നെ അഫർമേഷൻസ് പറയുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ ഒന്ന് മാറ്റിമറിക്കാനായിട്ട്
സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ചെയ്യണം കേട്ടോ. അടുത്തത് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് നേടണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരു പ്രവൃത്തി ചെയ്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ഓരോ സ്റ്റെപ്പുകളും ഓരോ ദിവസം ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടോ അതുപോലെ തന്നെ അഫർമേഷൻ പറഞ്ഞുകൊണ്ടോ രാവിലെ എഴുന്നേറ്റ് ഇരുന്നുകൊണ്ടോ ഒന്നും നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല അല്ലേ. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യണം അല്ലേ. നമുക്ക് സമ്പത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യണം, ജോലികൾ ചെയ്യണം. ഇതൊക്കെ നമ്മൾ കൂടെ കൊണ്ടുപോകുക. ഓരോ ദിവസവും വിലപ്പെട്ട രീതിയിൽ സമയം കൈകാര്യം ചെയ്യുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഓരോരോ സ്റ്റെപ്പുകൾ നമ്മളുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഓരോരോ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുക എന്നുള്ളതാണ് 6ാമത്തെ കാര്യം. ഈ ഒരു കാര്യം ചെയ്യാതെ ബാക്കി എല്ലാം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. വെറുതെ സ്വപ്ന ലോകത്തിരിക്കാം എന്നുള്ളതല്ലാതെ നമ്മൾ കഷ്ടപ്പെടാതെ നമ്മൾക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നല്ലപോലെ പണിയെടുക്കുക, കഷ്ടപ്പെടുക, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുക. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണോ അതൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പലർക്കും അറിയാത്തൊരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യങ്ങൾ നമുക്ക് കണ്ടെത്താനും അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് പണിയെടുക്കാനുള്ള സമയമൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പുകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാവരും ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.